നമസ്കാരം. ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 2025 ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമാണ്. മനഃപ്രസന്നോ ഉപായ യോഗ എന്നാണ്. മനസ്സിനും ശരീരത്തിനും നല്ല ആരോഗ്യം ലഭിക്കാനായിട്ടാണ് യോഗ ശീലിക്കേണ്ടത്. എല്ലാവർക്കും തിരക്കുള്ള ജീവിതത്തിലാണ്. എന്നിരുന്നാലും ആരോഗ്യം എന്നുള്ളത് വളരെ പരമപ്രധാനമാണ്. ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്നാണ്. ആരോഗ്യമില്ലാതെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു മനസ്സും ശരീരത്തിനുമായിട്ട് യോഗ ശീലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇന്നത്തെ ഈ യോഗാ ദിനത്തിൽ നിങ്ങൾക്കായിട്ട് യോഗയുടെ പ്രാധാന്യത്തെയാണ് ഞാൻ പറയുന്നത്. യോഗാസനങ്ങൾ കൂടാതെ ഏതാനും പ്രാണായാമങ്ങളും ഞാൻ നിത്യം ചെയ്യാറുണ്ട്. ചന്ദ്ര അനുലോമ വിലോമ പ്രാണായാമം, സൂര്യ അനുലോമ വിലോമ പ്രാണായാമം, നാഡീശുദ്ധി പ്രാണായാമം, കൂടാതെ ഓംകാര ജപം, കൂടാതെ ഭ്രമരി പ്രാണായാമം, ഇതൊക്കെ നിത്യം ചെയ്യുന്ന പ്രാണായാമങ്ങളാണ്. നിങ്ങൾക്കും അത് പ്രയോജനപ്പെടും. അതിനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിൽ ഈ പ്രാണായാമങ്ങളൊന്നും ചെയ്യുന്നത് കാണിക്കുന്നില്ല. എന്റെ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കണ്ട് അത് മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്കായിട്ടൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് എന്ന് പറയുകയാണ്. ഭ്രമരി പ്രാണായാമം തുടങ്ങിയത് നിത്യം ചെയ്യുക വഴി വളരെയേറെ ഗുണങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കുന്നതാണ്. കൂടാതെ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാനാകുന്ന ഏതാനും യോഗാസനങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതായത് നിർബന്ധമായിട്ടും ഒരു വ്യക്തി ചെയ്യേണ്ട ഏതാനും യോഗാസനങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. വിശദാംശങ്ങൾ ആവശ്യമുള്ളവർ ആ ബന്ധപ്പെട്ട വീഡിയോകൾ എന്റെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റ് ആയിട്ടിട്ടുണ്ട്. അത് കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്കായിട്ട് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വക്രാസനം അഥവാ ട്രങ്ക് ട്വിസ്റ്റിംഗ് എന്നുള്ള ലളിതമായിട്ടുള്ള ഒരു യോഗാസനമാണ്. ആദ്യം ആ യോഗാസനത്തെ പരിചയപ്പെടാം. അതിനു പുറകിലായിട്ട് നിന്നുകൊണ്ട് ചെയ്യാവുന്ന അതിപ്രധാനപ്പെട്ട ഏതാനും യോഗാസനങ്ങളെ പരിചയപ്പെടാം. ഇത് വക്രാസനം അഥവാ ട്രങ്ക് ട്വിസ്റ്റ് എന്നുള്ള യോഗാസനമാണ്. സ്ഥിതിയിൽ നിന്നുകൊണ്ട് ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് വശങ്ങളിലേക്ക് പോവുക, ശ്വാസം എടുത്തുകൊണ്ട് തിരികെ വരിക, ശ്വാസം വിട്ടുകൊണ്ട് വിപരീത ദിശയിലേക്ക് പോവുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക, ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി വെക്കുക. ഇപ്രകാരം ഒരു 10 പ്രാവശ്യം എല്ലാ ദിവസവും ചെയ്യുന്നത് വളരെ ഗുണപ്രദമാണ്. ഇത് നട്ടലിനെ ബലപ്പെടുത്തും. ശരീരത്തിന് നിരവധിയായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുന്നതിന് സഹായിക്കും. ഇനി നമുക്ക് അതിപ്രധാനപ്പെട്ട മറ്റൊരു യോഗാസനത്തെ പരിചയപ്പെടാം. ഗണപതി ഭഗവാന് നാം എല്ലാവരും ഏത്തമിടാറുണ്ട്. ആ ഏത്തമിടുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു യോഗാസനമാണ്. ആ യോഗാസനത്തെ എല്ലാവരും നിത്യം ചെയ്യുക. ഇപ്രകാരം 2 ചെവിയിലുമായിട്ട് 2 കൈകളും ക്രോസ് പിടിച്ചുകൊണ്ട് താഴോട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും താഴെ എത്തുന്ന രീതിയിൽ ഇപ്രകാരം ഇരിക്കുക. അതിനുശേഷം മുകളിലേക്ക് ഉയരുക. ഇപ്രകാരം ഒരു 10 പ്രാവശ്യം എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ വളരെ ഗുണപ്രദമാണ്. അത് ശരീരത്തിന് ഏറെ ഗുണം ചെയ്യും. താഴോട്ട് പോകുമ്പോൾ ശ്വാസം വിടുക, മുകളിലോട്ട് ശ്വാസം എടുക്കുക. ഇപ്പോൾ നമുക്ക് അർദ്ധചക്രാസനവും പാദഹസ്താസനവും കൂടെ ഒന്നിച്ച് ചേർത്ത് ചെയ്യുന്നതിനെ ഒന്ന് പരിചയപ്പെടാം. ഇതും വളരെ ഗുണപ്രദമാണ്. ഇപ്രകാരം ശ്വാസം എടുത്തുകൊണ്ട് പുറകിലേക്ക് പോവുക, ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് പരമാവധി നിങ്ങൾക്ക് എത്രമാത്രം പരമാവധി താഴോട്ട് കുനിയാമോ അത്രയും കുനിയുക. അധികം സ്ട്രെയിൻ എടുത്തൊന്നും യോഗാസനങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് പുറകിലേക്ക് വളയുക. നട്ടലിനെ ബലപ്പെടുത്താനാണ് വളരെ നല്ലൊരു ഗുണപ്രദമായിട്ടുള്ള യോഗാസനമാണ്. ഇതും ഒരു 10-12 പ്രാവശ്യം നിത്യം അനുഷ്ഠിക്കുക. നിങ്ങൾക്കത് ഗുണം ചെയ്യും. ഇപ്പോൾ നമുക്ക് ഇത് താടാസനമാണ്. താടാസനം ഇപ്രകാരം കാലുകൾ ഉയർത്തി പിടിക്കുക. കാലുകൾ ഉയർത്തി ഉപ്പൂറ്റി ഉയർത്തിക്കൊണ്ട് കൈകൾ മുകളിലേക്ക് പ്രകാരം കോർത്തു വെച്ചുകൊണ്ട് ശ്വാസം വിട്ട് സാധാരണ ശ്വാസത്തിൽ ഇങ്ങനെ ഒരു 30 സെക്കൻഡ് മുതൽ 3 മിനിറ്റ് വരെ നിങ്ങൾക്ക് നിൽക്കുന്നത് നല്ലതാണ്. വളരെ ഗുണപ്രദമാണ്. ഇത് പ്രമേഹ രോഗികൾക്കുൾപ്പെടെ വളരെ ഗുണപ്രദമായിട്ടുള്ളൊരു യോഗാസനമാണ്. എല്ലാ ദിവസവും ഇത് ചെയ്യാൻ സാധിക്കുന്നവർ ചെയ്യുക. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി വയ്ക്കുക. ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ മുതിർന്നവർക്കും ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും ഒക്കെ വർധനവിനായിട്ട് ചെയ്യാവുന്ന വൃക്ഷാസനത്തെ പരിചയപ്പെടാം. ഇപ്രകാരം ഏതെങ്കിലും ഒരു കാല് ഉയർത്തി വെക്കുക. ഒരു കാലിൽ ഇപ്രകാരം താഴെ ഉറപ്പിച്ചുകൊണ്ട് നിൽക്കുക. കൈകൾ പരമാവധി മുകളിലേക്ക് തൊഴുതു പിടിച്ച്
സ്ട്രെച്ച് ചെയ്ത് വലിച്ച് ഉയർത്തി വെക്കുക. അതിനുശേഷം ഒരു 30 സെക്കൻഡ് മുതൽ 3 മിനിറ്റ് വരെ അങ്ങനെ നിന്നതിന് ശേഷം കാല് മാറ്റി അടുത്ത കാലിലേക്ക് ഇപ്രകാരം ചെയ്യാവുന്നതാണ്. യോഗാസനത്തിൻ്റെ നിലയിൽ നിൽക്കുമ്പോൾ ശ്വാസം സാധാരണഗതിയിലായിരിക്കണം. അതിനുശേഷം കാൽ താഴ്ത്തി വയ്ക്കുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് നിൽക്കുക. ഇത് ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും ഒക്കെ വളരെ വിലപ്പെട്ട ഒരു ഗുണം ചെയ്യുന്ന യോഗാസനമാണ്. വളരെ കുറച്ച് യോഗാസനങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. കാരണം എല്ലാവരും തിരക്കിലാണ്. കുറച്ചെങ്കിലും പഠിക്കുക, എല്ലാ ദിവസവും കുറച്ച് യോഗാസനങ്ങളെങ്കിലും ചെയ്യുക. ഇത് നിന്നുകൊണ്ടും ഒക്കെ ചെയ്യാവുന്ന യോഗാസനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു സമയക്രമമില്ല, സമയം നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ഈ യോഗാസനങ്ങൾ ചെയ്യുക. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നമസ്കാരം, നന്ദി.